സിനിജി, ഈഫൽ ടവറിനേക്കാൾ വലിയ ഉയരത്തിലുള്ള ഒരു പാലം ഇന്ത്യയിൽ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെ കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഇത് ഏത് തരത്തിൽ ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളൊരു ഭയം കൂടി നമുക്കുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഈഫൽ ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതിനേക്കാൾ ഉയരം കൂടിയ ഒരു പാലം നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇനി ഇവിടേക്ക് വരുന്നു? അപ്പോൾ എന്തിനാണ് ഈ പാലം നിർമ്മിക്കുന്നത്? നമ്മൾ ലോകത്തിലുള്ള ആളുകളെ മുഴുവൻ ആകർഷിക്കാൻ വേണ്ടിയാണോ? ശരിക്കും അങ്ങനെയല്ല. നമ്മൾ പുതിയൊരു റെയിൽപാത ആരംഭിക്കുകയാണ്. അതായത് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നീളുന്ന വലിയൊരു റെയിൽപാത. ഇന്ത്യയുടെ ഏതാണ്ട് 3 പതിറ്റാണ്ട് നീളുന്ന സ്വപ്നമാണ്. അത് ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോവാണ്. അതായത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പ്രൊജക്റ്റ് എത്രയോ കാലമായുള്ള സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ പോകുന്നു. അതായത് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ബാരാമുള്ള റെയിൽവേ സ്റ്റേഷൻ മുതൽ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി വരെ ഇനി ലോകത്തുള്ള ആർക്കും ട്രെയിനിൽ സഞ്ചരിക്കാം. ഇതുവരെ ജമ്മു കാശ്മീരിലേക്ക് ഇത്തരത്തിലുള്ള റെയിൽപാത ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത, ഒപ്പം അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ഇതൊക്കെ അറിയാലോ. പിന്നെ മഞ്ഞു മൂടിയ ഒരു അന്തരീക്ഷം, ഇതൊക്കെ തന്നെ ഈ ട്രെയിൻ യാത്രയ്ക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. ഇപ്പോൾ അവസാനഘട്ട പണിയിലേക്ക് കടക്കുന്നതോടുകൂടി 13 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്ന് നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് എത്താം. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിനേക്കാൾ മനോഹരമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടുത്തെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ, പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെയൊക്കെ ഇടപെടൽ മൂലം പലപ്പോഴും ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടെ അവിടേക്ക് ആകർഷിക്കാനും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കാശ്മീർ എന്ന് പറയുന്ന സ്വപ്നസുന്ദരമായ സ്ഥലം സന്ദർശിക്കാനുമൊക്കെയുള്ള അവസരമൊരുക്കുകയാണ് BJP സർക്കാർ. അതായത് ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ ചരിത്രം എഴുതാൻ വേണ്ടി ജമ്മു കാശ്മീരിലെ റിയാസി റെയിൽവേ സ്റ്റേഷനിൽ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് കട്ര ബാനിഹാൽ പാത നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ ധന്യ പറഞ്ഞ ഈഫൽ ഗോപുരത്തേക്കാൾ വലുത് എന്ന് പറയുന്നത്. അതിന് ചെനാബ് റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത്. എന്നാൽ ആർച്ച് രൂപത്തിലുള്ള, ആർച്ച് എന്ന് പറഞ്ഞാൽ അറിയില്ല, മറ്റേ വില്ലിൻ്റെയൊക്കെ രൂപത്തിലുള്ള ഒരു വലിയ പാലം നിർമ്മിക്കുന്നു. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികമാണ്. എന്ന് പറഞ്ഞാൽ 359 മീറ്റർ ഉയരവും 1.32 മീറ്റർ നീളവുമുള്ള ഒരു വലിയ പാത. അപ്പോൾ ഇത്രയും വലിയൊരു റെയിൽ പാലം നിർമ്മിക്കണമെങ്കിൽ എത്ര വലിയ ടെക്നോളജി ഉപയോഗിക്കണം? അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ മാതൃകയാക്കണ്ടേ? ലോകത്തെ ഒരിടത്തും തന്നെ ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് കണ്ട് അതിനെ അനുകരിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ടെക്നോളജി വികസിക്കണമായിരുന്നു. അപ്പോൾ സ്റ്റീൽ വെച്ചാണ് ഈ ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ നിർമ്മിതി എന്നുള്ള അഭിമാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാത്രമല്ല, മുൻമാതൃകകളില്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെ റെയിൽവേ വിഭാഗവും എഞ്ചിനീയറിംഗ് വിഭാഗവും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള സ്റ്റീൽ പാലങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ആർച്ച് പാലങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നു. അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ 17 സ്പാനുകളിലാണ് ഈ ആർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സഞ്ചാരി വന്ന് നോക്കുകയാണെങ്കിൽ ഈഫൽ ടവറിനേക്കാൾ വലിയ ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലേക്കൂടെ ട്രെയിൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു മൾട്ടി പർപ്പസ് യൂസ് അല്ലേ? ശരിക്കും എത്രത്തോളം ആളുകളെ ആകർഷിക്കാം. ഇതിനു വേണ്ടി വന്ന ചെലവ് എന്ന് പറയുന്നത് 1486 കോടി രൂപയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുഴുവൻ ഇന്ത്യക്കാർക്കും ഒരു നവവത്സര സമ്മാനം നൽകുന്നു. ജനുവരി 26 ഈ പാത ഓപ്പൺ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, ഈ ഏതാണ്ട് 26 ചെറിയ പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്. അതുപോലെ തന്നെ 4 വൻ പാലങ്ങളുണ്ട്. മറ്റ് 496 കേബിളുകളിൽ നിർമ്മിക്കുന്ന ഈ തുരങ്കങ്ങളിൽ നിർമ്മിക്കുന്ന പാലങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി ടെക്നോളജിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റേഷനുകൾക്കിടയിൽ, അതായത് കട്ര റിയാസി, ഇത് 2 റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഇടയിലുള്ള പാലത്തിന് 331 മീറ്റർ ഉയരമുണ്ട്. അപ്പോൾ മറ്റൊരു പാലം നിർമ്മിച്ചിരിക്കുന്ന ഇതേ ഉയരത്തിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ആഞ്ചി ഘട്ട് പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 96 കേബിളുകളിൽ താങ്ങി നിർത്തുന്നു. അപ്പം മറ്റൊരു ലോകാത്ഭുതമാണ്. അപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ടെക്നോളജിയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിലെ വികസനത്തിനൊക്കെ നമ്മൾ കൂടുതൽ മുൻതൂക്കം നടക്കുന്നു. അപ്പോൾ കാശ്മീരിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തണുപ്പാണ്. ഈ തണുപ്പിനെ അതിജീവിച്ച് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ട്രെയിനിലെല്ലാം തന്നെ ഹീറ്റർ സ്ഥാപിച്ചുകൊണ്ട് ആ ചൂട് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ലീപ്പർ കോച്ചുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ പൈസ എത്രത്തോളം ചിലവാകുമെന്ന് ആലോചിച്ച് നോക്കിയും. അപ്പോൾ ഏറ്റവും നീളം കൂടിയ യാത്രാ തുരങ്കവും ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. 250 ടണലുകളെ ബന്ധിപ്പിക്കുന്ന നിർമ്മാണം, 473.25 മീറ്ററുള്ള പാലം,
ഈ പാലത്തിന് 331 മീറ്റർ ഉയരം. അപ്പം വലിയ പ്രത്യേകതകളൊക്കെ ഈ പാലങ്ങൾ നിർമ്മിക്കുന്നു. ഇനി ട്രെയിനിൻ്റെ നിർമ്മാണത്തിൽ പ്രത്യേകത വേണമല്ലോ. സ്വാഭാവികം ജമ്മു കാശ്മീരിലെ കാലാവസ്ഥ തണുത്തുറഞ്ഞതാണ്. ട്രെയിനിൻ്റെ മുമ്പിൽ, അതായത് എഞ്ചിൻ ഡ്രൈവറൊക്കെ ഇരിക്കുന്നതിന് മുമ്പിൽ ഒരു ഗ്ലാസ് ഉണ്ട് അല്ലേ, ഈ ഗ്ലാസ്സിൽ വന്ന് ഐസ് കണങ്ങൾ പറ്റിപ്പിടിക്കും, ശക്തമായ ശീതക്കാറ്റടിക്കും. ഇതിനെയൊക്കെ അതിജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഉരുകി പോകാൻ വേണ്ട ഒരു ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം എല്ലായ്പ്പോഴും ഏതാണ്ട് -0 കാലാവസ്ഥയെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് ട്രെയിന് മുന്നേറാൻ പറ്റും. സാധാരണഗതിയിൽ മൂടൽമഞ്ഞുണ്ടെങ്കിൽ പോലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അതിനെ അതിജീവിച്ച് പോകാനുള്ള സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ വന്ദേ ഭാരത് ഉൾപ്പെടെ 6ഓളം ട്രെയിനുകൾ ഇവിടുന്ന് ആദ്യ ഘട്ടത്തിൽ തന്നെ പുറപ്പെടുമെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1994-95 കാലത്താണ് USBRL എന്ന് പറയുന്ന ഈ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള ലിങ്ക് റെയിൽവേ പ്രൊജക്റ്റിന് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഏതാണ്ട് എന്താ പറയുക പരീക്ഷണ ഘട്ടം അത് കഴിഞ്ഞു. അപ്പോൾ പരീക്ഷണ ഓട്ടം നടത്തണമല്ലോ, പരീക്ഷണ ഓട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിയും. അപ്പോൾ ഇനി അവസാന പരീക്ഷണ ഓട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അത് പൂർത്തിയായാൽ ഇതിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. കേന്ദ്ര സർക്കാർ അത് പരിശോധിച്ചതിന് ശേഷം പുതിയ ട്രെയിനുകൾ ഓടാനുള്ള അനുമതി നൽകും. അപ്പം ജനുവരി 8-നാണ് ഇതിൻ്റെ കമ്മീഷൻ പരിശോധന നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാശ്മീർ ലൈനിലെ സമ്പൂർണ്ണമായ ട്രെയിൻ സർവീസ് ഔദ്യോഗികമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെയല്ലേ? കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീവ്രവാദികളുടെ ഒക്കെ നുഴഞ്ഞുകയറ്റക്കാരുടെയും ഒക്കെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുറെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇവർക്കിത് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിയാകും? അത് എല്ലായ്പ്പോഴും ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു ഭീകരാക്രമണത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു റെയിൽപാലം നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഭീകരാക്രമണ സാന്നിധ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി 63 mm കട്ടിയുള്ള പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് സ്റ്റീലാണ് ഇതിനു വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. മാത്രമല്ല ഈ കന്യാകുമാരി മുതൽ കട്ര വരെ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ഹിമസാഗർ എക്സ്പ്രസിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹിമസാഗർ അറിയാലോ, നമ്മുടെ കന്യാകുമാരി സർവീസ് നടത്താൻ. അപ്പോൾ ആ ട്രെയിനിൽ കയറിയാൽ നമുക്കിനി കാശ്മീരിലേക്ക് എത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനുകൾ അവിടേക്ക് സർവീസ് നടത്തുമ്പോൾ ആ ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള അടിയന്തരമായ സുരക്ഷാ സംവിധാനങ്ങൾ അതിൽ ഏർപ്പെടുത്തണം. മാത്രമല്ല വന്ദേ ഭാരത് സർവീസ് ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. ആ വന്ദേ ഭാരതും അങ്ങോട്ടേക്ക് സർവീസ് നടത്തും. അപ്പോൾ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് വേണ്ട സുരക്ഷാ കാര്യങ്ങളിൽ കൃത്യമായ മുൻകരുതൽ എടുക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഭീകരാക്രമണ സാധ്യത അവിടെ ഉണ്ടാകും, ഒരു സാധ്യത. ഇത് കൂടാതെ ഈ ഞാൻ പറഞ്ഞ ഈ വലിയ പാലങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഈ നദികളിൽ നിന്ന് ശക്തമായ ശീതക്കാറ്റൊക്കെ ഉയർന്നു വരാം. ശക്തമായ കാറ്റ് വന്നാൽ ഏതാണ്ട് 260 കിലോമീറ്റർ വരെ വേഗത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ ചെനാബ് പാലത്തിൻ്റെ താഴെയാണ് ചെനാബ് നദി. ആ നദിയിൽ നിന്ന് കാറ്റടിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭീകരാക്രമണത്തെ തടയണം, ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കണം, കാലാവസ്ഥയെ പ്രതിരോധിക്കണം. അതെ, അങ്ങനെ മൊത്തത്തിൽ എല്ലാ മേഖലകളിലെയും പ്രതിരോധങ്ങളെ കൃത്യമായി നേരിട്ട് കൊണ്ടുള്ള ഒരു നീക്കമാണ് മോദി നടത്തുന്ന ഈ അത്ഭുതം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലേ? അതെ. അപ്പോൾ ഭൂമിയുടെ പ്രത്യേകതകൾ, ആഴത്തിലുള്ള മലയിടുക്കുകൾ നിറഞ്ഞ സവിശേഷതകൾ, ഇതെല്ലാം കാരണം ഈ പദ്ധതി ഏറെക്കാലം നീണ്ടുപോയി. ഇപ്പോൾ 30 വർഷത്തിന് ശേഷം ഈ BJP സർക്കാർ ആർജവത്തോടെ മുന്നോട്ട് നീങ്ങിയതുകൊണ്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് നമ്മൾ കൈവരാൻ എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പം മഞ്ഞുകൂടിയ മലനിരകളെ വകഞ്ഞു മാറ്റി എല്ലായ്പ്പോഴും ശരീരം ചൂടാക്കുന്ന ഒരു കോച്ചുകളിൽ ഒരു ചൂടൊക്കെ നിർത്തിക്കൊണ്ട് ഒരു ട്രെയിൻ സർവീസ് തുടങ്ങിയാണ്. അപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ട്രെയിനിൽ സഞ്ചരിക്കാമെന്നുള്ള ഒരു വലിയ അത്ഭുതം. ഒപ്പം ഈഫൽ ടവറിനേക്കാൾ ഉയർന്ന തരത്തിലുള്ള വലിയ പാലങ്ങൾ, അത് ആർച്ച് ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നു. കൂടാതെ ഏറ്റവും വലിയ ടണലുകൾ നിർമ്മിക്കുന്നു. ഈ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വലിയ തോതിൽ കോടികൾ ചെലവഴിച്ചുള്ള ഒരു പദ്ധതിയിലൂടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വലിയ പ്രയോജനം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ലോക്കോ പൈലറ്റിന് ഫ്രണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞുകണങ്ങൾ വന്ന് പതിച്ചാൽ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് സാധാരണ ട്രെയിനിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കയറുന്ന പോലെയല്ല, ശക്തമായ സുരക്ഷ ആവശ്യമുണ്ട്. കാരണം ഭീകരാക്രമണ സാധ്യത ഉള്ളതിനാൽ ഒരു വിമാനത്താവളത്തിൽ നമ്മൾ ചെന്ന് കയറിയാൽ ഈ സുരക്ഷാ പരിശോധനയുള്ള CRPF ഒക്കെ നടത്തും. അതിനേക്കാൾ ശക്തമായ പരിശോധന RPF അവിടെ നടത്തേണ്ടി വരും. സാധാരണഗതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ RPFൻ്റെ സാന്നിധ്യം എത്രയാണോ അതിൻ്റെ 2-3 ഇരട്ടി RPFൻ്റെ സാന്നിധ്യം ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ലഗേജുകൾ ഉൾപ്പെടെയുള്ള കർശനമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ കടത്തിവിടുകയുള്ളൂ. അവിടെ ആർക്കും യാതൊരു പരിഗണനയും നൽകുന്നില്ല.
ഒരു ചെറിയ വീഴ്ച പോലും ലോകത്തിന് മുന്നിൽ നമ്മളെ അപകീർത്തിപ്പെടുത്താനുള്ള, ലോകത്തിന് മുന്നിൽ നമ്മളെ നാണം കെടുത്താനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടും എന്നതിനാൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പം ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനമായിട്ട് ജമ്മു കാശ്മീരിലേക്ക് ഒരു പുതിയ റെയിൽപാത നമ്മൾ തുടരുകയാണ്. അതിൻ്റെ സാങ്കേതികവിദ്യ, അതിൻ്റെ മനോഹാരിതയൊക്കെ നേരിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിയേണ്ടതാണ്. അപ്പോൾ കാലാവസ്ഥ പോലും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലങ്ങളിലൂടെ ഈ പുഴയൊക്കെ അല്ലെങ്കിൽ നദികളെയൊക്കെ മറികടന്ന് ആർച്ച് ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നു. കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്ന സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജുകൾ മുൻ മാതൃകകളൊന്നുമില്ലാതെ ഇന്ത്യൻ റെയിൽവേയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പൂർത്തിയാക്കി. അഭിമാനിച്ചുകൂടെ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അഭിമാനിക്കാനുള്ള നേട്ടങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ വികസനത്തിൻ്റെ വലിയൊരു പാതയാണ് കേന്ദ്ര സർക്കാർ തുറക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും മോദിയുടെ അത്ഭുതങ്ങൾ അത് ലോകത്തെ തന്നെ പലപ്പോഴും ഞെട്ടിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.